ഹലോ ഫ്രണ്ട്സ്, മിന്റ് ഹാർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുട്ടി സ്വാഗതം പുറത്ത്, വേറൊരു കുട്ടി സ്വാഗതം പുറത്ത്. പിണങ്ങി നിക്ക. അയ്യോ, എന്ത് പറ്റി പിണക്കക്കാരി? ഇല്ലാന്ന് ലിപ്സ്റ്റിക് ഒക്കെ വാരി തേച്ചിട്ടുണ്ട് കുട്ടി. ലിപ്സ്റ്റിക് കുറഞ്ഞു എന്നാണ് എപ്പോഴും കംപ്ലൈന്റ് അവൾക്ക്. അപ്പൊ ജോർജിയയിലത്തെ 3-ാം ദിവസമാണ്. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് ഹോട്ടൽ റൂമിൽ നിന്ന് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടുന്ന് പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നതാണ് പറഞ്ഞത് കേട്ടെ. നമുക്ക് ഒന്നുകൂടി മൈൻഡ് ഐറ്റിനറി ചെക്ക് ചെയ്യണം. പിന്നെ അത് അവിടുന്ന് കഴിഞ്ഞ് ഒരു പാർക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു ട്രക്കിങ് അവരുടെ വണ്ടിയിൽ പോകണമെന്നൊക്കെ, പൈൻ ഫോറസ്റ്റിൽ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. നമുക്ക് കറക്റ്റായി ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പോണ വഴിക്ക് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടപ്പോൾ നമ്മളെ നിർത്തിയാട്ടോ. മരത്തിലാട്ടോ, ഫുള്ള് ഡ്രൈ മരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ തൂക്കുപാലത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാട്ടാ. ആടുണ്ടല്ലോ തൂക്കുപാലം. എനിക്ക് ഭയങ്കര പേടിയാ. താഴെ വെള്ളമില്ലേ, നല്ല സ്ട്രോങ് ആണ്. എന്നാലും നിന്റെ ചേട്ടായി അങ്ങ് അപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക, എന്നിട്ട് നടക്ക് ചിരിക്ക് ഹായ് പറയുന്നേ പെട്ടെന്ന്. നമുക്ക് ഇതിന്റെ അപ്പുറത്തെ നടന്നിട്ട് ആ വെള്ളത്തിനടിക്ക് ചേട്ടായി കണ്ടില്ലല്ലോ, വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ ബെറിയുടെ ചെടികൾ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഡ്രൈ ആയി. ഞാൻ ഒരെണ്ണം കുറച്ച് കടിച്ചു. ഇനി അത് തന്നെയാണോന്നും അറിയില്ലല്ലോ. രണ്ടിൻ്റെ തലറങ്ങിയെങ്ങാനും വീണാലോ. ഇവിടെ മോട്ടോർ ബോട്ട് റൈഡ് ഉണ്ട്. 50 മീറ്റർ ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാട്ടോ. മോണിച്ചാ തനക്ക് ഉറങ്ങാൻകുട്ടി പോലെ കയറി ഇരിക്കും ഇറങ്ങാണ്ട്. നമ്മളവിടുന്ന് ബെറി പൊട്ടിച്ചു കാണാട്ടാ. ആടാ സലിമ നിൽക്കാണോ? കഴിയാ മുള്ളുണ്ട്. ആളെ ഞാൻ തരത് റിവറിന്റെ സൈഡിലേക്ക് പോവാട്ടോ. ആ തൂക്കുപാലം കയറി ഇങ്ങനെ ഇറങ്ങി വന്നു. നമുക്ക് റിവറിന് അടിക്ക് പോവാം. തമാശ എങ്ങനെയുണ്ട് സ്ഥലം? കല്ലെറിഞ്ഞ ഇഷ്ടായ? സൂപ്പർ സ്ഥലാണോ? ഇതാരോ ഇരിക്കാൻ വേണ്ടിട്ടേ പൊളിച്ചിട്ട മരം പോലെ ഉണ്ട്. ഈ തൂക്കുപാലത്തിവിടെ കാറ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റിനുള്ളിലാണ് ഓഫ് റോഡ് വരുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഓപ്പൺ വെഹിക്കിൾ കയറി. ഹാപ്പി അല്ലേ? ഇവിടെ സൈഡില് നമ്മളിപ്പോ ഒരു ഓപ്പൺ ജീപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വണ്ടി കയറി വരുന്നുണ്ടാ. ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അടിപൊളി സ്ഥലമില്ല. നമ്മള് വന്ന വണ്ടി ഇതാട്ടാ. ഇതാണ് നമ്മുടെ വണ്ടി, ഓഫ് റോഡ് വണ്ടി. അടിപൊളിയായിരുന്നു കേട്ടോ. തിരിച്ച് ഞാൻ നടന്നു കയറിപ്പോ പിള്ളേര് വിചാരിക്കണ്ട കാശ് കൊടുത്തിട്ട് ഇതിലൊക്കെ എന്തിന്റെ കുത്തിക്കഴപ്പാന്ന്. അപ്പൊ നമ്മള് ഇവിടേക്ക് എത്തിയത് ഫസ്റ്റ് ഒരു വാട്ടർഫോൾ കാണാനാട്ടോ. ഇവിടെ വെള്ളം ഒഴുകി ഇതെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ ഐസായി തുടങ്ങിയിട്ട് ആദ്യം ഉണ്ടാവും. വെള്ളം ഐസരി കിടക്കുക, ഐസരി കിടക്കുന്നുണ്ട്. നമ്മൾ ആ മരത്തിന്റെ സൈഡിലൊക്കെ ഐസ് കട്ട പിടിച്ച് കിടക്കുന്നത്. നോക്കിയേ, അടിപൊളി സ്ഥലം അല്ലേ? നല്ല വ്യൂ. നോക്കിയേ, അടിപൊളി. അപ്പുറത്ത് പുകയുള്ളു. അവിടെ വായ പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ പുക വായിന്ന് പോണ പോലെ ആക്കാം. അങ്ങോട്ട് തിരികെ തല അങ്ങോട്ട് തിരിക്കുക.
കേട്ടാ ശരിയാക്കട്ടെ ഊതിക്കോ. ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫി. എന്താ ചെയ്യാ, എന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാണല്ലോ. പിന്നെ ആ മോള് ബാക്കിൽ കാണുന്ന ബ്രിഡ്ജിൽ എന്താന്നറിയില്ല, നമ്മുടെ അവിടെ ദുബായിലെ പ്രോമിസ് ബ്രിഡ്ജ് പോലെ എന്താന്നറിയില്ല ലോക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ലോക്ക് ഇട്ടാലോ ചേട്ടാ, ഇതിനെ പൂട്ടിയിടാൻ വേണ്ടിട്ടാണോ? ആ ലോക്കല്ലേ, വേറെ ലോക്ക്. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നേ, ഇതുപോലത്തെ ഒരു വണ്ടിയില്. വണ്ടി പോലെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ഓഫ് റോഡ് പോകാൻ റെഡിയാണോ? 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 ഓക്കെ ഓക്കെ പറ. ഓ ഫുൾ എനർജിയിലാ. നീ റെഡിയാണോ? ഓക്കെ എല്ലാരും റെഡി. അപ്പൊ പോവാം. ഈ ലോക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ ആ ബ്രിഡ്ജിൽ പോയിടണം. അത് മാത്രല്ല ഇതില് മൊത്തം കണ്ട എഴുതിയിട്ടാണ് കണ്ട. അപ്പൊ നമുക്ക് കണ്ടെത്തിയ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് ഈ തൂണുമ്പോ കൂടെ എഴുതാണ്ടാ. ഇവിടെ തന്നെ സ്ഥലമുണ്ട്. നമ്മളെഴുതി എഴുതി കണ്ട നിതിൻ ലവ് മോൺസി എഴുതി. അപ്പൊ നമ്മൾ ഇവിടെ ഇഹാൻ ആൻഡ് തൻഹ. തോമാച്ചൻ പെൺ കൊടുക്കണേ, തോമാച്ചൻ എഴുതും. അപ്പൊ ഇവിടെ നമ്മള് നിതിൻ മോൺസി, ഇവിടെ ഇഹാൻ തൻഹ. 2025 അല്ലേ? നമുക്ക് വാസലിൽ നിന്ന് കൊണ്ട് ലിപ്സ്റ്റിക് കിട്ടുക. ആരോടും പറയണ്ട. അല്ലല്ല മറ്റേ സാധനമായി ഒന്ന് പോടോ. കെട്ടിയാൻ ഇച്ചിരി ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറ്റിച്ച് വാസലിനാന്നും പറഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തേക്കാണ്. അയ്യോ ലിപ്സ്റ്റിക് ആണ്. നമ്മള് പെട്ടെന്ന് വണ്ടി എടുത്തോട്ടാ. അപ്പൊ പിടിച്ചിരിക്കാം. അപ്പൊ നമ്മള് ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കണ തകർത്തു. ഓ ഓ ഓ ഓ ആ തനു ആ അതെ. ഓയ്യോ ഓ ഓ. ആദ്യമായിട്ടായിരിക്കും ഓഫ് റോഡ് കണ്ടിട്ട് കിടന്നുറങ്ങണ ഒരാളെ കണ്ടത്. ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഉറങ്ങണ ഒരാളെ കണ്ടത്. വ്യൂ പോയിന്റിലേക്ക് നിർത്തിയാ കാണണ്ട. വ്യൂ പോയിന്റ് വണ്ടി കയറി വരണമെങ്കിൽ. അപ്പൊ ഈ പൈൻ മരത്തില് സ്നോ വീട് കണ്ട നമുക്ക് അത് കുലിക്കാം. ഓക്കെ കട്ട കട്ട. അടിപൊളി അടിപൊളി അടിപൊളി. ഫുള്ള് സ്നോ വീണു. തണുപ്പായി. ഇതാണ്ട എന്ത് രസാ നോക്കിയേ. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ എല്ലാരും കേറുന്നുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയിലേക്ക് പോവാം. എന്തോ പണി നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഒരു ചർച്ചിലേക്ക് വന്നാ കേട്ടാ. എവിടെ കേറി പോയാലും ഫുള്ള് ചർച്ച. അപ്പൊ ഈ ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ആംബിയൻസ് ആട്ടാ. അപ്പൊ ഈ ചർച്ചിന്റെ പേര് എന്നിട്ടാ സെറാഫിം സറാവേലി. നമുക്ക് ഈ ജോർജിയ വന്നിട്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ടൂറിസ്റ്റ് വരും ദിവസവും ഉള്ള ഇതിനകത്ത് ചർച്ചിൽ പോകാൻ. അതായത് ഓരോ ചർച്ച ഇരിക്കുന്നതും അതേപോലത്തെ ഒരു ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ചർച്ച് ബാക്ക് സൈഡില് കുറച്ച് നടക്കാണ്ട് നോക്കിയേ. ഈ പൈൻ മരത്തിന്റെ ഇടക്കോടൊക്കെ നടന്നിട്ട് അവിടെ ചർച്ചിലേക്ക് പോകണ്ട. ചർച്ചിലേക്കുള്ള എൻട്രൻസ് ഇതാട്ടാ. ഇതെന്തോ ഒരു ചാപ്പല് പോലെ ഒരു സെറ്റപ്പ് ആട്ടാ. ഇതിന്റെ ഉള്ളിൽ നോക്കാം.
കണ്ട ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, എന്താണ് ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ. For many years he eats only grass snick and drinks water, and he spent 1,000 successive nights on a rock, and in continued prayer on his knees with arms raised to the sky with the word, Lord save us and have mercy on us sinners. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. 1000 ദിവസത്തോളം ആള് ഇതിൽ മുട്ടുകുത്തി കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ആൾക്ക് ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ചർച്ച് എന്ന് തോന്നുന്നു. ഇതിന്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ചർച്ചിനകത്തേക്ക് കയറാം. എന്താണ് ചർച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നടന്നു വരാണോ? നന്നായി, അതുകൊണ്ടാണ് ഇറങ്ങി നടക്കണേ. ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര വിശപ്പ്. ഈ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്തിയോ എന്നുള്ളത് നോക്കാം. നമുക്ക് ഫുഡൊക്കെ എത്തി കേട്ടോ. ഫുഡ് എത്തിയാ? ഫുഡ് കഴിച്ചു തുടങ്ങിയാ? ഇത് മീറ്റ് കപ്സ. ഓക്കെ, ഇത് പിന്നെ ഫലാഫിൽ, അത് ലബാൻ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരപ്പുറത്തിരിക്കുന്നുണ്ട്. ഉടഞ്ഞ വീഴോ മീറ്റ്? തണുപ്പായി ജസ്റ്റ് ഫുഡ് കഴിച്ചു. നമുക്കിനി ജസ്റ്റ് അപ്പുറത്ത് പാർക്കിലേക്ക് പോകണില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ചുമ്മാ ഈ ബാക്കിൽ കാണുന്ന സ്ട്രീറ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതൊരു കഫേയാണ്. കഫേ എന്തൊരു രസമാണെന്ന് നോക്കി. ബിൽഡിംഗാണ്. ആ, നടുക്കൊരു പട്ടിയും. This is Georgian chocolate. Georgian hazelnut and honey chocolate. കപ്പലിനെ ഉണ്ടായില്ലേ? കപ്പലിനെ ഉണ്ടായ ടേസ്റ്റ് അതിന്റെ വായിക്ക്. ഞാന്ന് പറഞ്ഞപ്പോ ഞാൻ മേടിച്ച് കാണിക്കത്തെ ഇന്നാണ്. എന്റെ വീഡിയോ ആണല്ലോ. പൊമഗ്രാനൈറ്റ് ഹോട്ട് ജ്യൂസ് നല്ലതാന്ന് വാങ്ങാം. പുളി ചേട്ടാക്കി പുളിയുള്ളതൊന്നും ഇഷ്ടമല്ല. ഈ മാഗ്നറ്റ് 2 വാങ്ങിട്ടാ. ജോർജിയയുടെ മാഗ്നറ്റ് 2 വാങ്ങി. പിന്നെ ടിബ്ലിസിയുടെ ഓൾഡ് ടിബ്ലിസി എന്ന് പറഞ്ഞിട്ടുള്ള മാഗ്നറ്റും വാങ്ങി. അതാണ് ടിബ്ലിസിയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. ജോർജിയയുടെ ക്യാപിറ്റൽ ടിബ്ലിസിയാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം പിന്നെ ജോർജിയയുടെ ഇതൊരെണ്ണം വാങ്ങി. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം. പോന്ന് പറ. പോണില്ലേ തന്നെ അത്? ആ, എന്താ ചെയ്യാ നീ? ആ, പോ ആ, ചെല്ലുന്ന്. ആ, പോണില്ല. എന്താ ചെയ്യാ? കെട്ടിട്ടാക്കല്ലേ? ക്രൗൺ പ്ലാസ. അടിപൊളി. അയ്യോ, അപ്പയ്ക്കും വന്ന 2 ആള്. അയ്യാ, അയ്യാ, അപ്പയ്ക്കും വന്ന കാണുന്നത്. എഴുന്നേക്ക് ആൾക്കാർ വന്നു. രണ്ടാളും കൂടി വന്നതാ. ഈ കണ്ടതോ? ഇവരുടെ കളി വീട്ടില് ഇങ്ങനെ തന്നെയാ. പുറത്തിറങ്ങിയാലും നോക്ക് കുത്തിമറിയുന്നത്. ആ, ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ നേരെ ഫ്രണ്ടില്. മതി എനിക്ക്. അപ്പൊ എനിക്കട്ടെ. അപ്പൊ എനിക്കട്ടെ. എഴുന്നേക്കട്ടെ തമാശന്. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ടിബ്ലിസി മാള്. അപ്പോൾ നമ്മൾ മാള് കയറാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് മാളിൽ കൂടെ നടക്കണം കേട്ടോ. എന്തായാലും നേരത്തെ റൂമിലേക്ക് എത്തി. അപ്പോൾ നേരത്തെ തന്നെ റൂമിൽ കയറി ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ നേരെ മാളിലേക്ക് വന്നു.
മാളിലാണെങ്കിൽ വെച്ചാൽ ഫുള്ള് ക്രിസ്മസ് വൈബ്. ഞാൻ നോക്കിയേ, ഫുള്ള് ട്രീകള്. ആഹാ, ക്രിസ്മസ് സോക്സുകൾ, ക്രിസ്മസ് ഗ്ലൗസ്, ക്രിസ്മസിന്റെ പില്ലോ, ഫുള്ള് ക്രിസ്മസ് വൈബ്. ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ. അല്ല, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ട്രീ വരും. ക്രിസ്മസിന് ഇടാനുള്ള ചെരുപ്പ്, ക്രിസ്മസ് ഡെക്കറേഷൻസ്, ഒരു കൂട്ടം ക്രിസ്മസ് പാപ്പകൾ. ഇതാണ്ട വൈൻ കുപ്പികളെ കൊണ്ട് ഒരു ട്രീ, ക്രിസ്മസ് കയറ്റി വൈൻ കുപ്പി കൊണ്ടുള്ള ഒരു ട്രീ. നോക്കിയേ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ്. ക്രിസ്മസിൻ്റെതായ കാര്യങ്ങളും വൈനും കേക്കും ഡെക്കറേഷൻ ഐറ്റംസും ഫുള്ള്. ഗൈസ്, അങ്ങനെ നമ്മളെ മാളിലൊക്കെ കറങ്ങി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. ഇവിടെ അല്ലാതെ കിട്ടും മാളിൽ. നമുക്ക് അങ്ങനെ നമ്മുടെ അവിടുത്തെ മാള് പോലും നല്ല. ഇവിടെ എന്ത് വേണമെങ്കിലും വൈൻ വേണമെങ്കിൽ വൈൻ കിട്ടും, വോഡ്ക, വിസ്കി, ബ്രാൻഡി ഒക്കെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മളും 2 വൈനൊക്കെ വാങ്ങി അപ്പോൾ നേരെ റൂമിൽ പോവാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ.